7,42,00,000 ആകെ വോട്ടർമാരുണ്ടെങ്കിൽ അതിൻ്റെ 66.8% എന്ന് പറഞ്ഞാൽ 4 കോടി സംതിങ്ങ് വരുന്നുള്ളൂ. 3 കോടി വോട്ട് അധികമായി പോൾ ചെയ്തു. CPIM നേതാവ് ദിബാങ്കർ ഭട്ടാചാര്യ എന്ന് രാവിലെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഒക്ടോബർ 6-ാം തീയതി ചീഫ് ഇലക്ടറൽ ഓഫീസർ ബീഹാർ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ബീഹാറിലെ മൊത്തം വോട്ടർമാർ 7,42,00,000 പേരാണ്. അതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരെയൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7,42,00,000 പേർ എന്ന് പറഞ്ഞാൽ SIR പ്രോസസ്സ് കഴിഞ്ഞ് അവസാനത്തെ ടാലിയാണ് 7,42,00,000 പേർ. അത് കഴിഞ്ഞ് ഈ നവംബർ 11-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI ഇറക്കിയ വാർത്താക്കുറിപ്പുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ട് 7,45,00,000. അതിൻ്റെ കൂടെ തന്നെ പറയുന്നു പോൾ പെർസെൻറ്റേജ് 66.91%. ഇതെങ്ങനെയാണ് ശരിയാവുക? അതായത് 7,42,00,000 ആകെ വോട്ടർമാരുണ്ടെങ്കിൽ അതിൻ്റെ 66.8% എന്ന് പറഞ്ഞാൽ 4 കോടി സംതിങ്ങ് വരുന്നുള്ളൂ. അപ്പോൾ 3 കോടി വോട്ട് അധികമായി പോൾ ചെയ്തു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കേട്ടോ. ഇതിൽ ഷോക്കിംഗ് ആയിട്ടോ അത്ഭുതപ്പെടുന്ന ഒന്നുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആകെ വോട്ടർമാർ ലിസ്റ്റ് ആദ്യം പറയും, പിന്നെ പോൾ ചെയ്ത വോട്ട് മിക്കവാറും അതിൽ കൂടുതലായിരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞിട്ടില്ല, ഇതിനും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മാധ്യമങ്ങളുടെ കയ്യിലും കിട്ടുന്നതാണ്. മാധ്യമങ്ങൾ ഈ ഡാറ്റ വെച്ചിട്ടാണ് വാർത്ത കൊടുക്കുന്നത്. മാധ്യമങ്ങൾ പോലും റീചെക്ക് ചെയ്തിട്ടില്ല. ഈ വിജ്ഞാപനം കിട്ടുന്ന അല്ലെങ്കിൽ ഈ പ്രസ് നോട്ട് കിട്ടുന്ന മാധ്യമങ്ങൾ പോലും ഇതെങ്ങനെ സംഭവിച്ചു? അടുത്തടുത്താണ് 7,45,26,858 പേർ വോട്ട് ചെയ്തു എന്നതിന് തൊട്ടുടനെ കൊടുത്തേക്കാണ് 66.91%. അങ്ങനെ ടോട്ടൽ വോട്ടർമാർ 7,42,00,000 ആകുമ്പോൾ 66% ഇത്ര വരുന്നത് എങ്ങനെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഒരു മാധ്യമം പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഈ ഒരു പ്രശ്നം ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് പറയാൻ കഴിയില്ല. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം വരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്നത് ആക്ച്വലി ഇപ്പോൾ BJPയും NDAയും ട്രബിൾഡാണ്. കാരണം 200-ലധികം സീറ്റ് നേടുക എന്നുള്ളത് അസ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ BJP ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പോലും അങ്ങനെ സംഭവിക്കാറില്ല. പ്രതിപക്ഷ കക്ഷികൾ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, അവിടെ ഒന്നും സംഭവിക്കാറില്ല. പക്ഷേ ഇതിവിടെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് BJP ട്രബിളാണ്. ഇതിന് ന്യായീകരിക്കണം എന്ന് മാത്രവുമല്ല, ഞാനിപ്പോൾ പറഞ്ഞ 7,45,00,000 വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഇപ്പോഴും വോട്ടെണ്ണൽ തീർന്നിട്ടില്ല. തേജസ്വി യാദവൊക്കെ ആദ്യം പുറയിലായിരുന്നു, ഇപ്പോൾ അദ്ദേഹം വീണ്ടും കയറി വരുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ അദ്ദേഹം 12,000 വോട്ടിനെക്കാണ്ട് മുമ്പിലാണ് നിൽക്കുന്നത്. ഈ വോട്ടിന് കണക്കുണ്ടാകണം.